ഇന്നൊരു കംഫർട്ട് മീലായാലോ? നല്ല പച്ച മാങ്ങയിട്ട മീൻകറിയും നാടൻ ചക്കയിരിശ്ശേരിയും ക്യാരറ്റ് തോരനും നല്ലൊരു ഫിഷ് ഫ്രൈ. അപ്പോൾ തുടങ്ങിയാലോ? മീൻകറിക്ക് ആവശ്യത്തിനായി 2 കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് ഉള്ളി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. ഈ അരപ്പ് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത ശേഷം കുറച്ച് ഉലുവ, പച്ചമുളക്, കറിവേപ്പില, നല്ല പുളിയുള്ള മാങ്ങ, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളയ്ക്കാൻ വിടുക. കറിക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പുളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല തിളച്ച് വന്ന അരപ്പിലേക്ക് മീൻ ഓരോന്നായിട്ടിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പാകമായി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിറക്കിയ നമ്മുടെ മീൻ കറി റെഡി. ഇനി ക്യാരറ്റ് തോരൻ്റെ പരിപാടിയാണ്. കടു കറിവേപ്പില ഇട്ട് താളിച്ചതിലേക്ക് സവാളയും ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അരച്ച് അതിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി. ഈ ഫിഷ് ഫ്രൈക്ക് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ തന്നെയാണ് ഇത്. നാട്ടിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു ചെറിയ പീസ് ചക്കയാണിത്. അതിനെ ഒന്ന് എരിശ്ശേരിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുകൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച ചക്കയിലേക്ക് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 2-3 കൊച്ചുള്ളി, 2 പച്ചമുളക്, കുറച്ച് ജീരകം, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഒരു താളിപ്പുണ്ടാക്കി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതുകൂടി ഒന്ന് വറുത്ത് ആ ചക്കയിലേക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.